ഒരു മുന്നറിയിപ്പ് നമുക്ക് നൽകും. ഭൗതികമായ ലോകത്ത് നമ്മൾ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മളൊരു ഡേഞ്ചർ സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് സൂക്ഷിക്കുക, അപകട മേഖലയാണ് എന്നുള്ളൊരു ബോർഡ് നമുക്ക് കാണാൻ കഴിയും. അതേപോലെ പരിശുദ്ധ ഖുർആൻ നിങ്ങളോട് എന്നോടും ഒരു നിർദ്ദേശം, മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്നോട് നിങ്ങളോടും പറയുകയാണ്, നിങ്ങളുടെ ശരീരത്തിനെയും നിങ്ങളുടേതായ കുടുംബത്തിന്റെ ശരീരത്തിനെയും നരകത്തിൽ നിന്ന് സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങളുടെ ശരീരത്തിനെ നരകത്തിൽ നിന്ന് സൂക്ഷിക്കണം. അതേപോലെ നിങ്ങളുടേതായ മക്കളുടെയും ഭാര്യയുടെയും നിങ്ങളുടേതായ ശരീരത്തിനെയും സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. എന്നിട്ട് ഖുർആൻ എന്നോടും നിങ്ങളോടും പറയുന്നത്, അവിടുന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്, നിങ്ങൾക്ക് അനുഗ്രഹീതമായിട്ട് നിങ്ങൾക്ക് ഭാര്യയെയും മക്കളെയും തന്നിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ ഫുർഖാനിൽ ഞാൻ നിങ്ങളും എല്ലാ സമയവും ഓതുന്നവരാണ്, എല്ലാ ദുആയിലും ചെയ്യുന്നവരാണ്. എന്താണ് ചെയ്യുന്നതെന്നറിയുമോ? ഞാനും നിങ്ങളും എല്ലാ ദുആയിലും ചെയ്യുന്ന ഒരു ദുആയാണ്, അല്ലാഹുമ്മ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. എന്താണ് ഇതിന്റെ അർത്ഥമെന്നറിയുമോ സഹോദരാ? അല്ലാഹുവേ, നീ എൻ്റെ ഭാര്യയും മക്കളെയും കൺകുളിർമയാക്കി തരയണമേ എന്ന് ഞാനും നിങ്ങളും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവരാ. പരിശുദ്ധ ഖുർആനും അത് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ ഭാര്യയും മക്കളെയും നിങ്ങൾക്ക് കൺകുളിർമയായി നൽകിയെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങളുടെ ഭാര്യയും മക്കളെയും കൺകുളിർമയായി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ. അതാണ് ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, നിങ്ങളുടെ മക്കളെ നിങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുന്നത് ഹിബത്തുല്ലാഹ്, അള്ളാഹിന്റെ സമ്മാനമായിട്ട് നൽകിയ, അള്ളാഹിന്റെ സമ്മാനമായിട്ടാണ് നിങ്ങളുടെ മക്കളെ നൽകിയിരിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. സമ്മാനമായിട്ടാണ് നൽകിയിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നതായി കാണാൻ സാധിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂ. പരിശുദ്ധ ഖുർആൻ പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ, ഇല്ലയോ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും, തീർച്ചയായും നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ, വ ഔലാദികും, നിങ്ങളുടെ മക്കളുണ്ടല്ലോ, അദുവ്വൻ ലക്കും, അവർ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഫഹ്ദറൂ, അതുകൊണ്ട് നിങ്ങളവരെ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഇലാഹായ റബ്ബിന്റെ കലാമായ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. നിങ്ങളുടെ മക്കളും ഭാര്യയും നിങ്ങൾക്ക് ശത്രുക്കളാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഖുർആൻ ഒരു സ്ഥലത്ത് പറയുന്നു നിങ്ങളുടെ കണ്ണിന്റെ കുളിർമയാണ് ഭാര്യയും മക്കളും, എന്നാൽ മറ്റൊരു സ്ഥലത്ത് പറയുന്നു അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. ഫഹ്ദറൂ, അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, അവരെ നിങ്ങൾ സൂക്ഷിക്കണം. എന്താണ് ഇതിന്റെ കാരണം? പരിശുദ്ധ ഖുർആൻ മറ്റൊരു ആ ആയത്തിന്റെ ബാക്കി ഓതുന്നു, ഇന്നമാ
നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ മക്കളും ഉണ്ടല്ലോ, അത് രണ്ടും നിങ്ങളുടേതായ ഫിത്നയാണ്. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിനാണ് മക്കളെയും മുതലിനെയും തന്നിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. മക്കളെ നൽകിയിരിക്കുന്നത്, മുതൽ നൽകിയിരിക്കുന്നത് എന്തിനാ? നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാ. എന്തിനാണ് ഈ പരീക്ഷണം? ഈ പരീക്ഷണം കൊണ്ട് നന്നാകാനാണ്. ചില ആളുകൾ മക്കളെ കൊണ്ട് വഴി പിഴയ്ക്കും, ചില ആളുകൾ മക്കളെ കൊണ്ട് നന്നാകും. മക്കളെ കൊണ്ടും മുതൽ കൊണ്ടും ചില ആളുകൾ പിഴച്ചു പോകും, ചില ആളുകൾ നന്നാകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് മക്കളെ നന്നായി നിങ്ങൾ വളർത്തണേ. നിങ്ങൾ മക്കൾക്ക് നല്ല രൂപത്തിലുള്ള വിദ്യാഭ്യാസം കൊടുക്കണേ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തൊലബൽ ഇൽമി ഫരീദ, തൊലബൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അതേ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് നിങ്ങളുടെ മക്കളെ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളെ എല്ലാവരും ഇൽമിനെ പഠിക്കൽ, ഇല്ലെങ്കിൽ ഇൽമിനെ തേടൽ. അത് ഫർളാണ്, ഫർളാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഇൽമു പഠിക്കൽ, ഇൽമിനെ നിങ്ങൾ തേടൽ ഫർളാണ്. ഏതാണ് ഈ ഇൽമ്? നിസ്കരിക്കാൻ പഠിക്കും. ഒരാൾക്ക് നിസ്കരിക്കാൻ അറിയാൻ പാടില്ല. നിസ്കരിക്കാൻ അറിയാൻ പാടില്ലാതെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു, വല്ല പ്രതിഫലമുണ്ടോ? ഫാത്തിഹ ഓതാൻ അറിയില്ല, നിസ്കാരം സഹിയാകുമോ? അത്തഹിയാത്ത് ഓതാൻ അറിയില്ല, നിസ്കാരം സ്വീകരിക്കപ്പെടുമോ? നിയ്യത്ത് ചൊല്ലാൻ അറിയില്ല, നിസ്കാരം ശരിയാകുമോ? ഫറദല്ലേ നിസ്കാരത്തിൻ്റെ? വുളു ചെയ്യാൻ അറിയില്ല, നിസ്കാരം എങ്ങനെ ശരിയാകോ? കുളി അറിയില്ല, നിസ്കാരം എങ്ങനെ ശരിയാകോ? സകാത്ത് കൊടുക്കാൻ അറിയില്ല, എങ്ങനെ അവൻ്റെ സമ്പത്ത് ഇടപാട് ശരിയാകും? എന്തിനേറെ നമ്മൾ ആളുകൾ മാത്രം, വലിയവരുള്ളത് കൊണ്ട് മാത്രം പറയുകയാണ്, എന്തിനേറെ മക്കൾ സ്വാലിഹാകണമെങ്കിൽ ആദ്യമായി പറയുന്നത് ബിസ്മി ചൊല്ലി മാത്രമേ നിങ്ങൾ ഭാര്യയുമായി ഇണചേരാൻ കഴിയൂ, ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ നിന്ന് ജനിക്കുന്ന മക്കൾ നിങ്ങൾക്ക് ഫിത്നയാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അപ്പോൾ അത്രമാത്രം ഇൽമു പഠിക്കൽ അനിവാര്യമാണ്. നമ്മുടെ കുടുംബത്തിനെ, നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, ഭാര്യയെ പഠിപ്പിക്കണം, നീ പഠിക്കണം. ഇൽമു പഠിക്കൽ നിർബന്ധമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയെ കൊണ്ടും മക്കളെ കൊണ്ടും നിങ്ങൾ നരകത്തിൽ പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയ്ക്കും മക്കൾക്കും നിങ്ങളും ഇൽമിനെ പഠിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, ഇദാ മാത ഇബ്നുന ഇൻ ഖതഅൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. അതേ, ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാ അമലും മുറിയും, 3 കാര്യങ്ങൾ ഒഴികെ. എന്തൊക്കെയാണ്? സ്വദഖത്തുൻ ജാരിയ, അവൻ പള്ളിക്ക് വേണ്ടി മദ്രസയ്ക്ക് വേണ്ടി ചെലവഴിച്ച ആ സമ്പത്തുണ്ടല്ലോ, മുറിയാതെ അവൻ മരണപ്പെട്ടാലും ഖബറിലെത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, മറ്റൊന്ന് അവൻ ഇൽമിനെ പഠിക്കുകയോ അതിനെ പഠിപ്പിക്കുകയും ചെയ്ത ആ ഇൽമിനെ ഖബറിലേക്ക് എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരാൾ ഇൽമു പഠിച്ചു, അവൻ പണ്ഡിതനായി, അവൻ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ പണ്ഡിതന് വഫാത്തായി ഖബറിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പഠിപ്പിക്കുന്നു, അവർ ചെയ്യുന്നത് ആഖിർ സമാൻ വരെ എത്തുന്ന പ്രതിഫലങ്ങൾ ആർക്കെത്തും? ഈ ഖബറിൽ കിടക്കുന്ന മനുഷ്യരെത്തും പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് പണ്ഡിതന്മാർക്ക് വലിയ സ്ഥാനം ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട്. അതല്ലേ മുത്തനബി പറഞ്ഞത്, എന്നെ അയക്കപ്പെട്ടത് മുഅല്ലിമാ, ഞാൻ
ഒരു അധ്യാപകനായിട്ടാണ് എന്നെ അയക്കപ്പെട്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്നെ അയക്കപ്പെട്ടത് ഒരു മുഅല്ലിമായിട്ടാണ്, ഒരു അധ്യാപകനായിട്ടാണ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത് ആലിമീങ്ങൾക്ക് വലിയ പവറാണ്. മുത്തുനബി വീണ്ടും പറയുന്നു, നീ ഖബറിലേക്ക് കിടന്നാലും നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന നല്ല സന്താനത്തിന് നീ ഭാഗ്യം വെച്ചു പോയാലും അവർ ചെയ്യുന്ന ദിക്റുകൾ, അവർ ചൊല്ലുന്ന സ്വലാത്ത്, അവർ ഓതുന്ന ഖുർആന്, അവർ നിനക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ദുആകൾ, ഇതെല്ലാം ഖബറിലേക്ക് എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദര, നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസത്തിനോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണ്. മഹാനാകുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ വന്നു. ഉമർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഒരു കുട്ടിയെ കൊണ്ടുവന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കുട്ടിയെ കൊണ്ടുവന്നത്? ഈ കുട്ടി വല്ലാത്ത വികൃതി കാണിക്കുകയാണ്. വാപ്പ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. പല സമയങ്ങളിലും നമ്മളുടെ മുന്നിലും കൊണ്ടുവന്ന് കുട്ടിയുടെ വികൃതി മാറാൻ മന്ത്രിക്കുക, അതേപോലെ അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ നോക്കുക, അതേപോലെ തന്നെയാണ് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നത് പോലെ മഹാനാകുന്ന ഉമർ റളിയല്ലാഹുവിൻ്റെ മുമ്പിൽ വന്നു. വല്ലാത്ത വികൃതിയാണ്. ഇവനെ എന്തു പറഞ്ഞിട്ടും ഇവൻ ഒരു വികൃതി മാറുന്നില്ല, വാപ്പയെ അനുസരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ ഉമർ റളിയല്ലാഹു അൻഹു മകനോട് ചോദിച്ചു, ഈ കുട്ടിയോട് ചോദിച്ചു, അല്ലയോ മോനെ, നീ എന്താണ് വാപ്പയെ അനുസരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞു, ശരി തന്നെ, ഞാൻ വാപ്പയെ അനുസരിക്കുന്നില്ല. പക്ഷേ വാപ്പയെ ഞാൻ അനുസരിക്കണമെങ്കിൽ മക്കളോട് വാപ്പ കാണിക്കേണ്ട ചില മര്യാദകളുണ്ടല്ലോ, ഇതൊന്നും അദ്ദേഹം വാപ്പ എന്നോട് കാണിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യുന്നത്, വാപ്പയെ അനുസരിക്കാത്തത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ കുട്ടി പറയുന്നു. അപ്പോൾ ആ പിതാവ് തിരിച്ചു ചോദിച്ചു, വാപ്പയ്ക്ക്, അതായത് മാതാപിതാക്കൾക്ക് മക്കളോട് ബാധ്യതയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു 3 കാര്യങ്ങൾ എണ്ണി പറയുകയാണ്. 3 കാര്യങ്ങൾ മാതാപിതാക്കൾ മക്കളോട് ചെയ്യൽ നിർബന്ധമാണ്. അതിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ നിന്റെ മക്കളോട് കാണിക്കേണ്ട ഒന്നാമത്തെ മര്യാദ നീ നല്ല ഉമ്മയെ നിന്റെ മക്കൾക്ക് കൊടുക്കണേ എന്ന് പറയുകയാ. ഇനിയിപ്പോൾ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആക്കാൻ പറ്റും? അത് പറ്റൂല. ഉള്ളതിനെ നന്നാക്കാനും പറ്റണം. ആദ്യമായി ചിന്തിക്കേണ്ടത് എന്തു ചെയ്യണം? നമ്മുടെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ചെറുപ്പക്കാർ ചിന്തിക്കേണ്ടത്, കെട്ടുന്ന പെണ്ണ് സ്വാലിഹത്തായാൽ മാത്രമേ എന്തു ചെയ്യൂ, നിങ്ങളുടെ മക്കൾ നന്നാവൂ. അവൾ നല്ല ഖുർആൻ ഓതുന്നവളാണ്, നല്ല ദിക്റെടുക്കുന്നവളാണ്, നിസ്കരിക്കുന്നവരാണ് എങ്കിൽ നിന്റെ മക്കളും അതേപോലെ വരും. അതല്ല, അവർ മോശമായ പ്രവർത്തനങ്ങൾ പോകുന്നവരാണെങ്കിൽ ഈ ഉമ്മയേക്കാളും 2 ഇരട്ടി മക്കളും തിരിഞ്ഞു പോകും. നമ്മൾ പഴമൊഴി പറയുന്നത് പോലെ, ഉമ്മ വേല് ചാടിയാൽ മകൾ എന്ത് ചെയ്യും, മതിൽ ചാടുമെന്ന് പറയുന്നത് പോലെ ഉമ്മയെ നന്നാക്കിയെടുക്കൽ ഒരു പിതാവിൻ്റെ ഇല്ലെങ്കിൽ ഒരു രക്ഷകർത്താവിൻ്റെ ആദ്യത്തെ ഒരു ബാധ്യതയാണ്. ആണ് കല്യാണം കഴിക്കുമ്പോൾ നല്ല പെണ്ണിനെ കല്യാണം കഴിക്കണം. ഒരു പെണ്ണിനെ അവിടുന്ന് ആണിനെ സ്വീകരിക്കുമ്പോൾ സ്വാലിഹായ ഒരു മനുഷ്യനെ വേണം കല്യാണം കഴിക്കാൻ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. രണ്ടാമത്തെ ആ കുട്ടിക്ക് നീ നല്ല പേരിടമെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. നല്ല പേര് വേണം നിന്റെ മക്കൾക്ക് നീ ഇട്ടുകൊടുക്കാൻ. ഇന്ന് നമ്മളത് ചിന്തിച്ചു നോക്കിയാണ്, മക്കളുടെ പേരുകൾ എന്തൊക്കെ പേരാണ് ഇടുക, എന്തൊക്കെ പേരാണ്, ഒരു അർത്ഥവും ഇല്ല. വെറുതെ വാപ്പയുടെയും ഉമ്മയുടെയും ഫസ്റ്റത്തെ നെയിം അവിടെ നിന്ന് ഇൻഷ്യൽ എടുക്കും, അവിടെ നിന്ന് സെർച്ച് ചെയ്യും, എന്നിട്ട് ഏത് പേരാണോ കിട്ടുന്നത് അതിനോട് ചേർത്തൊരു ഫാത്തിമ ചേർക്കും, അവസാനം ഇല്ലെങ്കിൽ മുഹമ്മദ് ചേർത്ത് പേരിടും. മദ്രസയിൽ ചേർക്കാൻ വരുന്ന കുട്ടികളുടെ പേര് വായിച്ചിട്ട് ചിരിക്കാൻ നമുക്ക് വായിൽ വിരൽ വെച്ച് ചിന്തിക്കേണ്ട രൂപത്തിലാണ്. എന്തൊക്കെ പേരുകളാണ് കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്നത്. അവസാനം ഒരു ഫാത്തിമ, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അവസാനം ഒരു മുഹമ്മദ് ചേർക്കും. അത്ര മോശമായ പേരുകൾ ചേർക്കുന്നുണ്ട്.
ഇന്ന് ഈ അധ്യായ വർഷത്തിൽ വന്ന കുട്ടികളുടെ പേരുകൾ പോലും ഒരു കുട്ടിയുടെ പേര് പറയാൻ പാടില്ല, വ്യഭിചാരിണി എന്ന് പോലും പേരിൽ അർത്ഥമുണ്ട്. മകൾക്കിട്ടിരിക്കുന്ന പേര് വ്യഭിചാരിണി എന്ന അതിൻ്റെ അർത്ഥം സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അർത്ഥം വരെ എന്താ? മകളുടെ പേര് വ്യഭിചാരിണി. ഈ കുട്ടി പിന്നെ എങ്ങനെയല്ലാതെ എങ്ങനെയാണ് വരാൻ സാധ്യത ഉള്ളത്? പ്രിയമുള്ള സഹോദരങ്ങളെ, മോശമായ പേരുകൾ സെർച്ച് ചെയ്ത് ഇടുന്നത് നമ്മൾ നിർത്തണം. ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ്, ഒരു സ്പൂണ് തറയിൽ വീണ് കഴിഞ്ഞാൽ ആ ശബ്ദം പോലും മക്കൾക്ക് പേരാക്കി മാറ്റുന്ന രൂപത്തിലാണ് ഇന്ന് മാതാപിതാക്കൾ കടന്നുപോയിരിക്കുന്നത്. വളരെയധികം ഗൗരവമുള്ള വിഷയമാണ്. മക്കൾക്ക് പേരിടുമ്പോൾ നല്ല പേരിടണം. മറ്റൊന്ന് പറയുകയാണ്, നിങ്ങളുടെ മക്കൾ നിങ്ങൾ അവിടുന്ന് കിതാബിനെ പഠിപ്പിച്ചു കൊടുക്കൽ, ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കൽ നിർബന്ധമാണെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് പറയുകയാണ്. ഈ 3 കാര്യം പറഞ്ഞതിന് ശേഷം ആ കുട്ടി ഉമർ തങ്ങളോട് പറയുകയാണ്, ഈ 3 കാര്യം എൻ്റെ വാപ്പ എന്നോട് ചെയ്തിട്ടില്ല. ഒന്നാമതായി എൻ്റെ ഉമ്മ ഈ ആരാധിക്കുന്നൊരു പെണ്ണാണ്, മജൂസിയാണ്. രണ്ടാമതായി പറയുകയാണ്, എൻ്റെ പേരുണ്ടല്ലോ കരിവണ്ട് എന്ന് അർത്ഥമുള്ള പേരാണ് എൻ്റെ വാപ്പ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് കരിവണ്ടിൻ്റെ സ്വഭാവ ഗുണമാണ് എനിക്കുള്ളത്. മൂന്നാമതായി പറയുന്നു, എൻ്റെ വാപ്പ എന്നെ വിദ്യാഭ്യാസം പഠിപ്പിച്ചിട്ടില്ല, അറിവെന്നെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാണ് മാതാപിതാക്കളോട് സംസാരിക്കേണ്ടതെന്ന്, അവിടുത്തെ അവരോട് പെരുമാറേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്ന് ഉമർ തങ്ങളോട് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾ പറയുകയാ, അവിടുന്ന് ഒരു ഹദീസ് അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. എല്ലാവർക്കും അധികാരമുണ്ട്, എല്ലാവർക്കും അധികാരമുണ്ട്. ആ അധികാരത്തിനെ പറ്റിയിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യുക. ഒന്നാമതായി പറയുകയാണ്, ആരുടെ അധികാരമെന്നറിയുമോ? ഒരു പാർലമെന്റ് ഇലക്ഷനിൽ നിന്ന് അവിടുന്ന് ജയിക്കപ്പെട്ട ഒരു MLA-യുടെയോ MP-യുടെയോ അധികാരത്തിനെ പറ്റിയല്ല പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളുടെ ഭാര്യയുടെയോ മക്കളുടെയോ മേലെ നിങ്ങൾക്കുള്ള അധികാരത്തിനെ പറ്റിയിട്ടാണ് തങ്ങൾ പറയുകയാ. ഓരോ കാരണവന്മാർക്കോ ഓരോ വീട്ടിലുള്ള ആളുകൾക്കോ തൻ്റെ കുടുംബത്തിൻ്റെ മേൽ അധികാരമുണ്ട്. ഈ അധികാരത്തിനെ പറ്റിയിട്ട് നാളെ റബ്ബിന്റെ മുന്നിൽ ഇതിനെ ചോദ്യം ചെയ്യുമെന്ന് ഉമർ തങ്ങൾ പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു വെച്ച ഹദീസാണ്. നിന്റെ മക്കൾ പിഴച്ചുപോയാൽ കാരണം നീയാണ്, നിന്റെ ഭാര്യ പിഴച്ചുപോയാൽ കാരണം നീ തന്നെയാണ്. എന്റെ മക്കളെ നല്ല രൂപത്തിൽ വസ്ത്രം ധരിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ തന്നെയാണ്. നിന്റെ മകൾ ഒളിച്ചോടിയാൽ കാരണം നീ തന്നെയാണ്. നിന്റെ മകൾക്ക് വേണ്ടി എന്റെ സൗകര്യം ചെയ്തു കൊടുത്തത് നീ തന്നെയാണ്. നിന്റെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്തത് നീ തന്നെയാണ്. നീ രാവിലെ എഴുന്നേറ്റ് പോയി ചോര വീർപ്പാക്കിക്കൊണ്ട് അധ്വാനിച്ചു കൊണ്ടുവരുന്ന സമ്പത്ത് ഭാര്യയുടെ മുന്നിൽ വിട്ടുകൊടുക്കൽ മാത്രമല്ല നിന്റെ പണിയുള്ളത്. നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിങ്ങളുടെ ചെറുമക്കള് ഇവരെല്ലാം രൂപത്തിൽ ദീനിന്റെ രൂപത്തിലാണോ സഞ്ചരിക്കുന്നത് എന്ന് നോക്കൽ നിനക്ക് നിർബന്ധമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ. രണ്ടാമത് പറയുന്നു, അവിടെന്ന് പറയുകയാണ്, ഹബീബായ തങ്ങളുടെ ഹദീസിന് ഉമർ തങ്ങൾ പറയുകയാ, ഒരു പെണ്ണിനും അധികാരമുണ്ട് അലാ അഹ്ലി ബൈതിഹി,
അവരുടെ കുടുംബത്തിൻ്റെ മേലാണ്, അതായത് അവരുടെ ഭർത്താവിൻ്റെ മേൽ, മക്കളുടെ മേൽ ഒരു കുടുംബിനിക്കും അധികാരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ എഴുന്നേറ്റു പോകുന്ന ഭർത്താവിനെ വഞ്ചിക്കലല്ല ഒരു ഭാര്യയുടെ കടമ. ആ ഭാര്യയെ അവിടുന്ന് ഭർത്താവിനെ വഞ്ചിക്കാതെ അവരുടെ സ്വത്തിൻ്റെയും ശരീരത്തിൻ്റെ മേലും പവിത്രത കാണിക്കൽ ഒരു പെണ്ണിന്റെ നിർബന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാവിലെ ചോദിച്ചു പോകുന്ന ഭർത്താവ് നിന്നെ ഏൽപ്പിച്ചുകൊണ്ടാണ് നിന്റെ മക്കളെ കടന്നു പോകുന്നത്. ആ മക്കളെ നല്ല രൂപത്തിൽ നോക്കലൊരു പെണ്ണിന്റെ അനിവാര്യതയാണ്, ഒരു പെണ്ണിന്റെ നിർബന്ധമാണ്, ഒരു ഭാര്യയുടെ കടപ്പാടാണ്, കടമയാണ്. ആ മക്കളെ ദീനീ വിദ്യാഭ്യാസം കൊടുക്കലോ അവർക്ക് നല്ല രൂപത്തിൽ പഠിപ്പിക്കലോ ദീനീ ചിട്ടയിലും ഇരിക്കലൊരു പെണ്ണിന്റെ അനിവാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും മക്കളെ നല്ല രൂപത്തിൽ നോക്കണം, ഇല്ലെങ്കിൽ ഈ മക്കള് വഴിപിഴയ്ക്കും. ഇതിൻ്റെ കാരണം ആര് തന്നെ? നമ്മൾ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കുമാറാകട്ടെ. ഖുർആൻ 2 ആയത്താണ് പറഞ്ഞത്. ഒന്ന് മക്കളെ കൊണ്ട് കൺകുളിർമ, മറ്റൊന്ന് നരകം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി പെരുമാറാകട്ടെ.